ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ റെസിപ്പി വന്നിട്ട് തേങ്ങാ ചട്നിയും അതുപോലെ തന്നെ നമുക്ക് അതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് ദോശയും ഇവിടെ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് തേങ്ങ ആവശ്യത്തിനെടുത്ത് പിന്നെ അതുപോലെ തന്നെ ഉള്ളി, പച്ചമുളക്, കുറച്ച് മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്. ഇതിൽ ഞാൻ പുളി ചേർക്കുന്നില്ല, നിങ്ങൾക്ക് ചേർക്കണമെങ്കിൽ ചേർത്തോ. അപ്പോൾ ഇതെല്ലാം കൂടെ ചേർത്ത് നമ്മുടെ മിക്സിൻ്റെ ജാറിൽ ഇച്ചിരി വെള്ളവും കൂടെ ചേർത്ത് നല്ല പേസ്റ്റ് പരുവത്തിലൊന്ന് അടിച്ചെടുക്കുക. അപ്പോൾ ഞാൻ ഇവിടെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിൽ ചെറിയ ഒരു ബൗളിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഒരു പാത്രത്തിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്ത് ആ എണ്ണയിൽ എണ്ണ ചൂടായി വരുമ്പോൾ ഇച്ചിരി കടുക് ഇട്ട് കൊടുക്കാം, കറിവേപ്പില, പച്ചമുളക്, കുറച്ച് ഉള്ളി, ഇതെല്ലാം കൂടെ ഇട്ട് ഒന്ന് താളിച്ചെടുത്തിട്ട് ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കുക. അതിൻ്റെ ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഇനിയിപ്പോൾ താളിച്ചില്ലെങ്കിലും പ്രശ്നമില്ല, താളിപ്പ് ചെയ്യാൻ താല്പര്യമില്ലാത്തവർക്ക് അത് ഒഴിവാക്കാം. അപ്പം ഞാനെപ്പോഴും താളിച്ചിട്ടാണ് ചെയ്യുന്നത്. പിന്നെ അതുപോലെ തന്നെ ഞാനിവിടെ ഗോതമ്പ് ദോശയാണ് തയ്യാറാക്കുന്നത്. അതിന് വേണ്ടിയുള്ള മാവ് ഞാൻ ഇച്ചിരി മാവ് എടുത്ത് അതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് ഇച്ചിരി ഉപ്പും കൂടെ ഇട്ട് കലക്കി വെച്ചായിരുന്നു. അപ്പോൾ അത് ഇതിലേക്ക് ഇട്ടൊന്ന് ചുട്ടെടുക്കുകയാണ്. അപ്പം ഇതിലിച്ചിരി നെയ്യും കൂടെ ചേർത്ത് ചുട്ടെടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഞാനിപ്പോൾ ചെയ്യുന്നില്ല, അങ്ങനെയൊന്നും സാധാരണ രീതിയിൽ തന്നെയാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ റെസിപ്പി. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ തേങ്ങാ ചട്നിയും അതുപോലെ തന്നെ വീറ്റ് ദോശയും തയ്യാറാക്കാൻ പറ്റും. പിന്നെ നമുക്കിതിൽ ടേസ്റ്റ് കൂട്ടാനായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നെയ്യ് വേണമെങ്കിൽ ചേർക്കാം. അപ്പോൾ ഇതിൽ ഞാൻ ഇപ്പോൾ ചേർത്തിട്ടില്ല, സാധാരണ രീതിയിൽ തന്നെയാണ് വീറ്റ് ദോശ നമ്മൾ ചുട്ടെടുത്തിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ചട്നി നിങ്ങൾ മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണം, നല്ല ടേസ്റ്റാണ്. പെട്ടെന്ന് തന്നെ നമുക്കൊരു ചട്നി ഉണ്ടാക്കണമെന്ന് വെച്ചാൽ ഇതുപോലെ അങ്ങ് ചെയ്താൽ മതിയാകും. നമ്മുടെ ഈ തേങ്ങ തിരുകുന്ന സമയം മാത്രമേ നമുക്ക് കുറച്ച് നേരം അധികം കിട്ടുന്നുള്ളൂ, ബാക്കി പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ റെസിപ്പി ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക്